കള്ളന്മാരുടെ ടോക്കൺ ഇട്ടാ പോലീസുകാരെ നമ്പാൻ കൊള്ളില്ലെന്ന് പിടിച്ച എടോ താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തിനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു അതിന് ഏയ് അതിനൊന്നുമില്ല അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത് കണ്ണടിയൊക്കെ വെച്ചിട്ട് അറിയോ അയാളെ ബാഗ് വേണമെങ്കിൽ എന്റെ കൂടെ വാ പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ വണ്ടി എവിടെ കൊണ്ട് കാണിച്ചു തന്നാ മതി സാധനം നാളെ കൊണ്ട് തരാം എടാ ഈ പെണ്ണിന്റെ കട്ടെടുത്ത സാധനങ്ങൾ എവിടെടാ എന്ത് സാധനം ഏത് സാധനം നിനക്ക് അറിയില്ലല്ലേ പറയടാ ഷെയർ തരാം ഷെയറോ ഞാൻ തരാം നീ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ അയ്യോ ബാഗിൽ എല്ലാ സാധനങ്ങളുണ്ടോന്ന് ഞാൻ നോക്കട്ടെ കൊണ്ടുപോ തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങള് ഞാൻ നോക്കാം ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ അയ്യോ ഇതിൽ വെച്ചിരുന്ന കാശുമാലൊന്നും കാണാനില്ല അയ്യോ ഞാൻ നോക്കാം എവിടെ കാണാനില്ല ഞാനത് വിറ്റു കുറച്ച് കാണാണ്ടായിരുന്നല്ല കൊടുത്തു തീർത്തു ഇതിനകത്ത് വേറെ വല്ല കിട്ടിയോടാ എനിക്കൊന്നും കിട്ടിയില്ല കിട്ടിയില്ലേ നിന്നെ ഞാൻ വേണ്ട ഇപ്പൊ കയ്യിലുള്ള കാശും വളയെ മാല മാത്രമേ പറ്റുള്ളൂ കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോവും ഇത് കള്ളന്മാരുടെ സ്ഥല വേഗം സ്ഥലം വിടാൻ നോക്ക പോവില്ല ഇറങ്ങണേ വെളിയിൽ എങ്ങോട്ടാ ഇങ്ങനെ എന്റെ പുറകെ തീവണ്ടിക്ക് തലവെക്കാൻ പോവാ എന്താ പോരുന്നോ അയ്യേ എനിക്ക് തീരെ ടൈമില്ല അതുകൊണ്ടാ എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ ദാ ഇത് വെച്ചു അയ്യേ എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ് വേണ്ടെങ്കി വേണ്ടീ അല്ല പിന്നെ നീ പോയിരുന്ന കണ്ണുവട്ടന്റെ ഉടനെ പിച്ചണ്ട് നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കൊന്നോളെ ഞാൻ ഏത് വഴിക്കാ ഞാൻ പോട്ടെ എന്റെ മോള് മേഘമാല ഇന്ന് രാവിലെ മുതൽ കാണാനില്ല എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ട കറങ്ങിടക്കണ കണ്ടിട്ടുണ്ട് എനിക്കറിയാം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അവനോട് പറഞ്ഞേക്ക് അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും ഈ കുറുപ്പേ മഹാ തൊട്ടിയ വാടാ ശരിങ്ക மீனாட்சி நல்ல மழை வரும் போல இருக்கு துணியில எடுத்து உள்ள வை தெரியும் என்னமோ பேசிட்டு போறேன் നീ എന്താ മുറിവോട്ടി ആത്തിരിക്കണത് എടാ ഇവിടെ അച്ഛമ്മന്നി കത്തിയും കോടാലിയാക്കിയിട്ട് ഒന്ന് കയറില്ല പോലെ അലറിട്ട് പോയി അയാൾ വിളിക്ക് വേറെ കല്യാണക്കാരെ ആലോചിക്കാന്ന് മാല നീ വേഗം പൊക്കോ അല്ലെങ്കിൽ അയാൾ എന്റെ തല എടുക്കും എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം വേഗം ചെല്ല് ഈ തല അങ്ങോട്ട് പോയി തലവേദന ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ കഷ്ടകാലം തീർന്നട മണി ഇതിനകത്തുണ്ട് നമ്മുടെ മാണിക്കക്കല്ലുമാല ഇതൊന്ന് വിറ്റാ പിന്നെ നമ്മുടെ ജീവിതം അയ്യോ 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 എന്താടാ അയ്യോ മാല പോയി അയ്യോ ഇവന്റെ പോക്കറ്റിലുണ്ടോ ഈശ്വര മാല എവിടെ പോയി ഒഴിക്കണ അവന്റെ കണ്ടില്ലേ രണ്ട് സ്വർണ്ണമാല അല്ലാതെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്ത് ഒന്നുമില്ലായിരുന്നു എന്റെ തൊഴിലാണ് സത്യം നമ്മളൊക്കെ ഒരേ വർഗക്കാരല്ലേ ഒന്ന് വിശ്വസിക്കണ്ടായി എന്നാ പിന്നെ മാല അവളുടെ അടുത്തുണ്ടാവും അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു മിസ്റ്റർ ഫെലിക്സ് വെക്കറ്റ് ചെയ്തല്ലോ ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന് ഇപ്പൊ പറയുന്നു വെക്കറ്റ് ചെയ്തെന്ന് ഇതെന്ത് ന്യായ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങൾ അയാളെ തടഞ്ഞു വെച്ചോണ്ടിരിക്കണം എങ്ങോട്ടാ പോയത് പ്ലീസ് ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക മെഡിക്കലിൽ വെച്ചാ മനസ്സമ്മതവും കല്യാണമൊക്കെ 3:30 ഫ്ലൈറ്റിന് അവരൊക്കെ പോയി എനിക്കൊന്നും അറിഞ്ഞൂടെ അവൻ ചോദിക്കണോ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ ചോദിക്കണോ എനിക്കൊന്നും മനസ്സിലാവില്ല ദൈവമേ ഏത് നേരത്താണോ എനിക്ക് ആ പെട്ടി ബാഗ് അടിച്ചു മാറ്റാൻ തോന്നിയത് അവനെന്തിനാണോ നിന്നടിച്ചത് എന്റെ പൊന്നും സാറേ ആ ബാഗിനകത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു മാല കിട്ടിയോന്ന് അവന്മാരെന്നോട് ചോദിച്ചു എനിക്ക് മാല കിട്ടിയില്ല അതിനെ കുറിച്ചൊന്നും അറിയാനും മേലാന്ന് പറഞ്ഞു അതിന് അവന്മാരെന്നെ എടുത്തിടിച്ചത് എന്റെ അമ്മേ ആ പെണ്ണെന്താ പല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ് എന്താ എന്തു പറ്റി ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം എന്നിട്ട് എവിടെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു എങ്ങോട്ട് മെഡിഗിരിക്ക് കോളേജിലോ എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക് എങ്ങനെ പോയത് ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു ഈശ്വര സമയം 5 മണി മണി വാടാ അവളിപ്പോ പോവും
இப்போ ஃப்ரெண்டு கல்யாணம் தான் போறியா? மாலையிடு. ഇതാര്?